എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഒരുപാട് സിനിമകളുടെ പുതിയ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്, അതിന്റെ റിയാക്ഷനാണ്. യെസ്, ഒന്ന് ടോക്സിക് ഉണ്ട്. അതിൽ ഞെട്ടിച്ച ടോക്സിക്കിന്റെ ആണോ, കാരണം റിലീസ് ഡേറ്റ് ആണ് ഇതിന്റെ വന്നിട്ടുള്ളത്. ഒരിക്കലും പ്രതീക്ഷയില്ല അങ്ങനെ ഒരു പോസ്റ്റർ ഇന്നലെ വരും എന്നുള്ളത് പോലും. അത് പെട്ടെന്ന് കഴിഞ്ഞപ്പോഴാ ആദ്യം അത് ഫാൻമേഡ് ഒന്നല്ലോ എന്നാണ് പിന്നീട് ഒഫീഷ്യലാണെന്നുള്ള മനസ്സിലായത്. അതെ, എന്തായാലും യശ് നായകനാവുന്ന സിനിമയാണ്. ഗീതു മോഹൻദാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. യെസ്, ഈ സിനിമയുടെ അനൗൺസ്മെന്റ് പോസ്റ്ററാണ്, ഏത് റിലീസ് ഡേറ്റ് അനൗൺസ്മെന്റ് പോസ്റ്റർ, അതൊന്ന് കാണണം. പിന്നെ ബസൂക്ക സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു സൂചന നൽകിക്കൊണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് തീയിട്ടുണ്ട്. സ്റ്റൈലിഷ് ലുക്ക് കൊണ്ട് മമ്മൂക്ക ഞെട്ടിച്ചു, ആ ഒരു പോസ്റ്റർ ഉണ്ട്. പിന്നെ തഗ് ലൈഫ്, വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ മണിരത്നവും കമൽഹാസനും ഒരുമിക്കുന്ന സിനിമയാണ്. STRും ഇതിലൊരു പ്രധാന വേഷം ചെയ്യുന്നുണ്ട്. ഈ സിനിമയുടെ ഒരു ന്യൂ പോസ്റ്ററും വന്നിട്ടുണ്ട്. അത് 75 ദിവസത്തിന്റെ, അതെ, അതായത് ഇനി 75 ദിവസം കൂടി ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം. കമൽഹാസന്റെ ലുക്ക് അതാണ് ഇതിലെ സ്പെഷ്യാലിറ്റി. ജൂൺ 5-നാണ് കേട്ടോ സിനിമ റിലീസ്, അല്ലേ? ജൂൺ 5-നാണ്. യെസ്, ഓക്കെ. പിന്നെ മറ്റൊരു പോസ്റ്റർ എമ്പുരാൻ സിനിമയുടെ 4 ദിവസത്തെ പോസ്റ്റർ വന്നിട്ടുണ്ട്, അതും കാണണം. സ്റ്റീഫൻ നെടുമ്പള്ളി. നമുക്ക് തുടങ്ങാം. അപ്പോൾ ടോക്സിക്കിൽ നിന്ന് തുടങ്ങാം. തീർച്ചയായിട്ടും ടോക്സിക് ആയിട്ട് തന്നെ തുടങ്ങാം. അതെ, ഓക്കെ. ഗെറ്റ് റെഡി ഫോർ ദ ഹണ്ട്. ഓക്കെ, ഇതാണ് ടോക്സിക്കിന്റെ ഇന്നലെ വന്ന പോസ്റ്റർ. ഏതാ സാധനം അല്ലേ, ഫുള്ള് തീപ്പൊരിയാ. അതും ഡേറ്റ് വന്നിരിക്കുന്നത് 19/3/2026. ഇപ്പോഴേ പറഞ്ഞേക്കാണ്, സകലമാന റെക്കോർഡുകളും ആര് വേണമെങ്കിലും ഇട്ട് വെച്ചോ. അടുത്ത വർഷം മാർച്ച് 19-ന് അതൊക്കെ തീരും. പിന്നെ പുതിയ റെക്കോർഡിലേക്കുള്ള ഓട്ടത്തിലായിരിക്കും ബാക്കിയുള്ള സിനിമ ഇൻഡസ്ട്രി. ഉള്ള കാര്യമാണ്. അതാണ് KGF 3 വരുമ്പോ തീരാനുള്ളതാണ് ഇതെല്ലാം. അതെ, എന്ത് ആരൊക്കെ ഇട്ടാലും അതിന്റെ മുകളിലോട്ട് ഒരു സാധനം ഉണ്ടെന്ന് തോന്നുന്നില്ല കേട്ടോ, അല്ലേ? ഭീകരമായിരിക്കും അത് വന്നു കഴിഞ്ഞാല്. എന്തായാലും ഒരു കിണ്ണം പോസ്റ്ററാണ്. യെസ്, ആളിങ്ങനെ പിന്തിരിഞ്ഞ് നിൽക്കുന്നു. ആളുടെ ശരീരത്തിന്റെ ഉള്ളിലായിട്ട് എന്തോ വലുതായിട്ട് കത്തുന്നുണ്ട്. എവിടെയോ നശിപ്പിച്ചിട്ട് നടന്നു വരുവാണ് ആള് മുന്നില്. അത് എന്താണല്ലേ, റോക്കി ബായിയുടെ സ്വാഗ് എന്ന് കണ്ടോ? അതെ, ആ ഗണ്ണും പിടിച്ചു വരുന്ന സാധനം. എന്താണ് ലുക്ക്? അതും ഇതാ കാസിനോ ആണോ? എനിക്കൊരു സംശയമുണ്ട്, കാസിനോ ആണോ കത്തിച്ചിട്ട് വരുന്നതെന്ന്. അതായത് ഇതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ ഒന്നുണ്ടായിരുന്നു ബർത്ത്ഡേക്ക്. അതിൽ കാണിച്ചിട്ടുള്ള ഒരു കാസിനോ ഉണ്ട്, അതാണോ കത്തിച്ചെന്നുള്ളൊരു സംശയമുണ്ട്. അതോ ഇനി ഇവര് ഒറിജിനലായിട്ട് കുറച്ച് മരങ്ങൾ വെട്ടി നശിപ്പിച്ച് ജംഗിൾ പൊളിയാണോ? എന്താണെങ്കിലും ആളുടെ ലുക്ക് ഉണ്ടല്ലോ, അത് ആ വലിയ പിക്കില് കാണാനുണ്ട്. അതായത് ഹെയർ സ്റ്റൈലും ആ ഒരു തൊപ്പിയും 2 ചെവിയിലും കമ്മല്, ഒരു രക്ഷയില്ലാത്തൊരു ലുക്ക്, ഒരു കൗബോയ് ലുക്ക്. ഇങ്ങനത്തെ ലുക്ക് കൊണ്ടുവരുമ്പോ സാധാരണ ഒരു മഴ ഉണ്ടാവാറുണ്ട്. അത് അതുണ്ടെങ്കിൽ ആ ഒരു ലുക്കിന് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോ ഒരു ചെറിയൊരു നേർത്ത മഴയും ഒരു നൈറ്റൊക്കെ ആയിരിക്കും. ആ സമയത്ത് ഇങ്ങനെ വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങിയിട്ടുള്ള വരവുണ്ടല്ലോ, ഏത് വലിയ മഴയിലും തീരാത്ത ഒടുങ്ങാത്ത തീ. യെസ്, ആളിക്കത്തും. അപ്പം ഉറപ്പിച്ചോ, അടുത്ത വർഷത്തെ ഫസ്റ്റ് ഡേ FDFS ടിക്കറ്റ് കേട്ടോ, 19/3/2026 മാർച്ച് 19-ാം തീയതി. എന്തായാലും ഗീതു മോഹൻദാസ് ആണ് ഈ സിനിമ സംവിധാനം ചെയ്യുന്നത്. ഇത് വീണ്ടും എടുത്ത് പറയണം, കാരണം KGF 2 എന്ന് പറഞ്ഞ ആ വലിയ സിനിമയ്ക്ക് ശേഷം യഷിനെ വെച്ച് ആര് സിനിമ സംവിധാനം ചെയ്യും എന്നുള്ള ചിന്തയിൽ നിൽക്കുമ്പോഴാണ് ഞെട്ടിച്ചുകൊണ്ട് നമ്മുടെ ഗീതു അവിടെ വന്നത്. യെസ്, അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു നമുക്ക്, അല്ലേ? അത് എന്തുമാത്രം എന്ത് ജാതി സാധനമായിരിക്കും അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും, എത്ര കഥകൾ കേട്ടിട്ടുണ്ടാവും. അടുത്തത് ബസൂക്ക ട്രെയിലർ ഓൺ ദ വേ. ബസൂക്ക റോയൽ എൻഫീൽഡ് ആണല്ലോ അളിയാ, അല്ലേ? എന്താ ലുക്കില്ലേ? ബുള്ളറ്റ് അല്ലേ ഇത്? ബുള്ളറ്റ് അല്ല, അല്ല, വേറെ ഏതോ സാധനം. ഇനി വർക്ക് ചെയ്ത ബൈക്കുകളുണ്ടല്ലോ, അങ്ങനെയുള്ള വണ്ടിയാണോന്ന് അറിയില്ല കേട്ടോ. അതിനകത്ത് റോയൽ എൻഫീൽഡിന്റെ അല്ല എംബ്ലം ഉള്ളത്. അതേ പറഞ്ഞ മീറ്ററൊക്കെ വേറെ സെപ്പറേറ്റ് വേറെ ആയിരിക്കും ചിലപ്പം. പക്ഷെ ആളുടെ ഒരു
ആളുടെ ഒരു യാർഡ് തന്നെ കാണിക്കുന്നുണ്ടല്ലോ, അതായത് മറ്റേ വർക്ക്ഷോപ്പ് പോലത്തെ ഒരു സംഭവം, അതിൽ ആള് തന്നെ ചെയ്തതായിരിക്കാം ചിലപ്പം. അങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരിക്കും മൂപ്പര് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ലുക്ക് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ അതേ സ്ഥലത്തുള്ള മറ്റൊരു പോസ്റ്ററാണ്. അതായത് അത് ഈ ഒരു വണ്ടിയുടെ മുകളിലുള്ള ആ ഒരു ഷീറ്റ് അങ്ങ് വലിച്ച് എറിയുന്നതായിരുന്നു. ഇപ്പോൾ ഷീറ്റൊക്കെ മാറ്റിയിട്ട് ആളിൽ കയറി ഇരുന്നിട്ട് ഒരു റൈഡ് അങ്ങ് പോകുന്നതാണ്. അടിയിൽ മറ്റേ സാധനം കൊടുക്കാൻ മറന്നു കേട്ടോ, ഹെൽമെറ്റ് നിർബന്ധമാണെന്നുള്ളത്. ഇത് ഫോട്ടോ തന്നെ എടുത്തിട്ടില്ല സംഭവം. വീഡിയോ ആയിട്ട് വരുമ്പോ എന്തായാലും എഴുതി കാണിക്കുന്നു, ഹെൽമെറ്റ് ഉണ്ടാവും. ഞാൻ എഴുതി കാണിക്കുന്നു. എന്തായാലും സിനിമയില് അല്ലെങ്കിൽ ഈ വണ്ടി ഓടിച്ചു പോണ സമയത്ത് ഹെൽമെറ്റ് ഉള്ള എന്തായാലും ഉണ്ടാവും, അത് ഉറപ്പല്ലേ. അത് പ്രത്യേകിച്ച് മമ്മൂട്ടിന്റെ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് അതിലെന്തായാലും അത് നിർബന്ധമായിട്ട് ഹെൽമെറ്റ് വരും. അതാണ് അതിന്റെ രീതി. ലുക്കൊക്കെ നമുക്ക് പിന്നെ ചെയ്യാം, വേറെ ഞാൻ പോസ്റ്റ് തരാം. ഹെൽമെറ്റ് ഇടാണ്ട് വണ്ടിയിൽ ഒരു പരിപാടി ഇല്ലാന്ന് പറയും. അതെ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കും. അതെ. അടുത്തത് തഗ് ലൈഫിന്റെ 75 ഡേയ്സ് ടു ഗോ എന്ന് പറഞ്ഞ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. ഈ പോസ്റ്ററിൽ നമ്മുടെ കമൽഹാസന്റെ ലുക്ക്, മറ്റേ തഗ് ലൈഫിന്റെ ഫസ്റ്റ് വീഡിയോ വന്ന് ഓർമ്മയുണ്ടോ? അതിലുള്ള ലുക്കേ അല്ല, അതിൽ ഭയങ്കര മുടിയൊക്കെ വളർത്തിയിട്ടുള്ള ഇത് നേരെ മാറി മുടിയൊക്കെ കുറ്റി മുടി. അതെ, അതും ഒതുക്കിയ രീതിയിൽ കറക്റ്റ് കൃത്യമായിട്ട് വെട്ടിയൊന്നല്ല, കയറ്റി ഇറക്കി തന്നെ വെട്ടിയത്. ഇതെനിക്ക് തോന്നുന്നു ആള് തന്നെ വെട്ടിയതായിരിക്കും. അതായത് അങ്ങനത്തെ കുറെ ക്യാരക്ടറുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ സ്വന്തം മുടിയൊക്കെ മുറിച്ചിട്ട് ഇങ്ങനെ വേഷം മാറിയിട്ടൊക്കെ വരുന്ന അങ്ങനത്തെ സെറ്റപ്പുകളൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സാധനത്തിന് വേണ്ടി ആള് തന്നെ ചെയ്തായിരിക്കും. താടിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും അടിപൊളി കളർ ഗ്രേഡില് ഒരു ഗംഭീര പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ ടീസറും ട്രെയിലറൊക്കെ വരാനുണ്ട്, തകർക്കാനുള്ളതാണ്. ജൂൺ 5, അതായത് ഏപ്രിൽ മെയ് ജൂൺ, എല്ലാ മാസവും സിനിമ ആഘോഷമാണ്. സിനിമാ പ്രേമികൾക്ക് എന്തായാലും ആഘോഷരാവും. അതായത് നമ്മുടെ ജീവിതാവസാനം വരെ നമുക്കിങ്ങനെ ആഘോഷിക്കാം. അതോ നമ്മളിങ്ങനെ ഒന്ന് ചെയ്യുമ്പോ അത് വിചാരിക്കും, ഇതാണ് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ സിനിമ. അത് കഴിയുമ്പോഴേക്കും അടുത്തത് വരും, അത് കഴിയുമ്പോഴേക്കും അടുത്തത്, ഇങ്ങനെ ഓരോന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തൊരു രസം. ഓരോ സിനിമക്കും ഓരോ ലോകം കാണിച്ചു തരാൻ പറ്റും. പിന്നെ അതാണ് രസം, വേറൊരു വൈബാണ്. അടുത്തത് സ്റ്റീഫൻ നെടുമ്പള്ളെ. ഇനി ആള് നമ്മുടെ മുന്നിലേക്ക് അവതരിക്കാൻ വെറും 4 ദിവസമേ ഉള്ളൂ കേട്ടോ. ഈ 4 ദിവസം തന്നെ ഒന്ന് പോവാൻ വേണ്ടി പെടാപ്പാട് വിടുക കേട്ടോ, സത്യം കേട്ടോ. ഒന്നും നീങ്ങി കിട്ടുന്നില്ലാത്ത പോലെ സംഭവം. ഈ പോസ്റ്ററും വന്നിരിക്കുന്നത് ആ മഴയത്ത് ആളുടെ ട്രെയിലറിൽ ആളെ ഇൻട്രോ കാണിച്ചില്ലേ, സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ ആ ലുക്കിലാണ്. അതിന്റെ മുന്നിൽ നിന്നുള്ള ഷോട്ട്, അതാണ് ഈ പോസ്റ്റർ. ഈ കൊട പിടിച്ച് നിൽക്കുന്നത് ഷാജോണാണ്, ഉറപ്പാണ്. അത് ഫ്ലാഷ് ബാക്കിലേക്ക് പോണ സാധനമായിരിക്കണം. എന്താണെങ്കിലും ഗംഭീര പോസ്റ്ററാണ്. സ്റ്റീഫൻ ഇങ്ങനെ തന്നെ കാണണം. ഇതില്ലാന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഇപ്പൊ സമാധാനമായിട്ടുണ്ടാവും അല്ലെ. സ്റ്റീഫന്റെ ആ ലുക്ക് അതെ അതെ. പിന്നെ അത് ഫ്ലാഷ് ബാക്കിലായിരിക്കും മിക്കവാറും. പ്രസന്റിലാണെന്നാലും വൈറ്റും ഇടുന്നുണ്ടാവില്ല. പ്രസന്റിലുണ്ടാവും, അത് ക്ലൈമാക്സിലേക്കൊക്കെ ആയിരിക്കും. ക്ലൈമാക്സിലേക്ക് വൈറ്റും ബ്ലാക്കും മറ്റേ സാധനം അല്ലെ, ബ്ലാക്കും വൈറ്റും. ഓക്കെ. അത് ലൂസിഫറിന്റെ ക്ലൈമാക്സും അങ്ങനെയായിരുന്നല്ലോ, ബ്ലാക്ക് ആൻഡ് വൈറ്റിലായിരുന്നു. ഷർട്ട് ബാക്കും അതെ, ആ ഒരു സാധനം തന്നെ ആയിരിക്കും കൊണ്ടുവരിക. എന്താണെങ്കിലും ഇത്രയും പോസ്റ്ററുകളാണ് വന്നിട്ടുള്ളത്, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഇതാണ് ഇന്നലെ ചെയ്തപ്പോഴും ഇതേപോലെ തന്നെ ഒന്നിനൊന്ന് മെച്ചമായിരുന്നു ഓരോ സാധനങ്ങളും. എന്താണ് വരുന്നതൊക്കെ ഭീകര സാധനങ്ങളാണ്. എന്തായാലും ഇനിയും വന്നുകൊണ്ടിരിക്കട്ടെ. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്, മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.